എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാണ്. ഒരു പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മുമ്പ് കേട്ടവരുണ്ടാവാം. ഒരു ദിവസം ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, ജീവിതം മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോ ഗുരു ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, 3 സ്ഥലങ്ങൾ നീ സന്ദർശിക്കുക. ഈ 3 സ്ഥലങ്ങൾ നീ സന്ദർശിച്ചു കഴിഞ്ഞാൽ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിനക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഗുരു പറഞ്ഞ പ്രകാരം ശിഷ്യൻ 3 സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അതിൽ ആദ്യ സ്ഥലമായ ഹോസ്പിറ്റൽ ശിഷ്യൻ സന്ദർശിച്ചു. രോഗികളായിട്ട് സംസാരിച്ചു. അങ്ങനെ ആശുപത്രി ചുറ്റിക്കറങ്ങിയതിനു ശേഷം ശിഷ്യൻ പുറത്തു വന്നപ്പോൾ ശിഷ്യൻ ഒരു കാര്യം മനസ്സിലായി. നത്തിങ് ഈസ് മോർ പ്രഷ്യസ് ദാൻ എ ഗുഡ് ഹെൽത്ത്. ഒരു ആരോഗ്യമുള്ള ശരീരത്തിനേക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ളതൊന്നും തന്നെ ഈ ലോകത്ത് വേറെ ഇല്ല എന്നുള്ളൊരു സത്യം ശിഷ്യന് മനസ്സിലായി. അങ്ങനെ ശിഷ്യൻ ഗുരു പറഞ്ഞ 2ാമത്തെ സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക. അതൊരു ജയിലായിരുന്നു. സോ ജയിലിലെത്തി ശിഷ്യൻ ജയിലിലെ അന്തേവാസികളെ കണ്ടു. പുറത്തിറങ്ങിയപ്പോൾ ശിഷ്യൻ ഒരു കാര്യം കൂടെ മനസ്സിലായി. ആക്ച്വലി ഫ്രീഡം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള ആ ഒരു സത്യം. അതായത് സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണെന്നുള്ളത് ശിഷ്യന് മനസ്സിലായി. അങ്ങനെ ശിഷ്യൻ ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 3ാമത്തെ സ്ഥലമായ ശ്മശാനത്തിലേക്ക് യാത്രയായി. 3ാമത്തെ സ്ഥലമായിട്ട് ഗുരു പറഞ്ഞത് ശ്മശാനമായിരുന്നു. സോ അതിലേക്ക് യാത്രയായി. അങ്ങനെ ശ്മശാനത്തിൽ എത്തിയപ്പോൾ ശിഷ്യന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായത്, ദാറ്റ് ലൈഫ് ഈസ് വർത്ത് നത്തിങ്. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ള കാര്യം ശിഷ്യന് മനസ്സിലായി. പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലാൻഡ്, ഈ ഒരു സ്ഥലം ഒരിക്കൽ നമ്മൾ റൂഫാവും എന്നുള്ള കാര്യവും ശിഷ്യന് മനസ്സിലായി. ദ ലാൻഡ് ദാറ്റ് വി വാക്ക് ടുഡേ വിൽ ബി അവർ റൂഫ് ടുമാറോ എന്നുള്ളൊരു വളരെ വലിയൊരു കാര്യം. സോ ലീവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. വി ഡോണ്ട് നോ വാട്ട് ലൈഫ് ഹോൾഡ് ടുമാറോ. നമ്മളെ ജീവിതം, ഇന്നുള്ള ജീവിതം പരമാവധി ആസ്വദിച്ച് നമ്മൾ ജീവിക്കുക. നാളേക്ക് ജീവിതം എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. സോ നല്ലൊരു ഹെൽത്ത്, ഫസ്റ്റ് തിങ്, നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. 2ാമത്തേത് ഫ്രീഡം, അത് മാക്സിമം നിങ്ങൾ ആസ്വദിക്കുക. 3ാമത്തേത് നമ്മളെ ജീവിതം എന്താണെന്നുള്ള അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മനുഷ്യനടക്കം സകല സഹജീവികളെയും സ്നേഹിച്ച് ബഹുമാനിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് മുമ്പോട്ടേക്ക് പോവുക. ഗോഡ് ബ്ലസ് യു. ബി പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.